എവിടെയാണ് യാത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കേരളത്തിലേക്ക്. അതായത് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലേക്ക്. 1962 മാർത്താണ്ഡവർമ്മ കേരളത്തിലുണ്ടായിരുന്ന ഒരു ശാസ്താ ക്ഷേത്രത്തിനെ തമിഴ്നാട്ടിലേക്ക് കൈമാറിയായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ പേരാണ് സൊറിമുത്തയ്യനാർ ക്ഷേത്രം. ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ ഈ അമ്പലങ്ങളുടെ ചാനലുമായിട്ട് ഞാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് നേരെ പോവേണ്ടത് തെങ്കാശി. തെങ്കാശിയിലുള്ള ടൈഗർ റിസർവ്, അതായത് തമിഴ്നാട് ടൈഗർ റിസർവിലേക്കാണ് പോകാനുള്ളത്. അഗസ്ത്യാർകൂടം മലയിലേക്കാണ് നമ്മുടെ യാത്ര. ഈ ഒരു അഗസ്ത്യാർകൂടം മല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബോർഡറായിട്ട് പറയാം. അതായത് നമ്മുടെ പക്ക ബോർഡറാണ് അഗസ്ത്യാർകൂടം മല. പക്ഷേ ത്രൂ ഔട്ട് ഒരു റോഡ് ഇല്ലാത്തതുകൊണ്ട് തെങ്കാശി വഴി കറങ്ങി വരേണ്ടി വരും. ഈ ഒരു അഗസ്ത്യാർകൂടത്തിന് ഒരുപാട് നിഗൂഢമായ കഥകൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് 7 ചക്രം. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 7 ചക്രങ്ങളും ഉണർത്തുന്ന ആരാണോ ആ ഒരു വ്യക്തി ദൈവമായി തീരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ 7 ചക്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്ന അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചക്രത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ചക്രം എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ്. മന്ത്രം ലം എന്ന് പറയും. രണ്ടാമത്തെ ചക്രം സ്വാധിഷ്ഠാന ചക്രം, മന്ത്രം വം. മൂന്നാമത്തെ ചക്രം മണിപൂരക ചക്രം, മന്ത്രം റാം. നാലാമത്തെ ചക്രം അനാഹ ചക്രം, മന്ത്രം യം. അഞ്ചാമത്തെ ചക്രം വിശുദ്ധ ചക്രം, മന്ത്രം ഹം. ആറാമത്തെ ചക്രം ആജ്ഞാചക്രം, മന്ത്രം ഓം. ഏഴാമത്തെ ചക്രം സഹസ്ര ചക്രം, മന്ത്രം ഓം. മന്ത്രം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ത്രോട്ട് ചെറിയ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 7 ചക്രങ്ങളെ അടിസ്ഥാനമാക്കി മുരുകന്, ശാസ്താവിന്, ശിവന് ഇവർക്കെല്ലാം ഓരോ അമ്പലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എല്ലാം പോവും. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരുകയും ചെയ്യാം. നിങ്ങൾക്കും അത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ശാസ്താവിൻ്റെ ഈ 7 ചക്രങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യത്തെ ക്ഷേത്രമാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന സൊറിമുത്ത് അയ്യനാർ ക്ഷേത്രം. തമിഴ്നാട് ഭാഗത്ത് തെങ്കാശിക്ക് അടുത്തുള്ള ടൈഗർ റിസർവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് അച്ചൻകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിലിൽ സ്വാധിഷ്ഠാന ചക്രമാണ്. അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ആര്യങ്കാവാണ്. ആര്യങ്കാവിൽ മണിപൂരക ചക്രമാണുള്ളത്. അതിനുശേഷം കുളത്തൂർ പുഴയാണുള്ളത്. കുളത്തൂർ പുഴ അനാഹത ചക്രമാണുള്ളത്. അതിനുശേഷം നമുക്ക് പന്തളവും എരുമേലിയും പറയുന്നുണ്ട്. പന്തളവും പറയുന്നുണ്ട്, എരുമേലിയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും പോവാം. അപ്പോൾ അതിൽ വരുന്നതെന്ന് പറയുന്നത് വിശുദ്ധ ചക്രമാണ് വരുന്നത്. അതിനുശേഷം ശബരിമലയാണ്. ശബരിമലയിൽ ആജ്ഞാചക്രമാണ് ഉള്ളത്. ശബരിമല കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാന്തമല എന്ന് പറയുന്നു. അതായത് പണ്ട് കാലത്ത് കാന്തമല എന്ന് പറയുന്നു, ഇന്ന് നമുക്ക് പൊന്നമ്പലമേടെന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മളെ അവിടെ കയറ്റി വിടത്തില്ല. അവിടെയാണ് മകരജ്യോതിയൊക്കെ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ മകരജ്യോതി നമ്മൾ കാണുന്നതെന്നൊക്കെ പറയുന്ന ഒരു മലയ്ക്കകത്ത്, അതായത് ശബരിമലയുടെ ഉൾക്കാടുകളിലകത്തുള്ള ഒരു പ്ലേസാണ്. അവിടെ ഭക്തർക്ക് പോകാൻ ഒരു അനുവാദവും ഇല്ല. റീസെൻ്റായിട്ട് ഒരാൾ പോയി കേസൊക്കെ ആയി. അതിൻ്റെ ന്യൂസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ 7ാം സ്ഥാനം എന്ന് പറയുന്നത് പൊന്നമ്പലമേട് അല്ലെങ്കിൽ കാന്തമല എന്ന് പറയുന്ന അവിടെ സ്ഥിതി ചെയ്യുന്നത് സഹസ്രാര ചക്രം എന്ന് പറയും. ഈ 7 ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശാസ്താവിൻ്റെ വാസസ്ഥലങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ 1ാമത്തെ യാത്രയാണിത്.
അപ്പോൾ സ്വരിമുത്തു അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്ന റൂട്ടാണിത്. ഇതൊരു ടൈഗർ റിസർവ് ആണ്. തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ടിക്കറ്റ് എടുക്കണം. പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വണ്ടിയൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കയറ്റി വിട്ടുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി എപ്പോൾ കയറ്റി വിടുമെന്ന് അറിയില്ല. എൻട്രൻസ് ഒക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി എത്ര സമയം എടുക്കുമെന്നും അറിയില്ല. തമിഴിൽ എന്താണ് ഇരിക്കുന്നത് അതായിരിക്കും എഴുതിയിരിക്കുന്നത്. വായിക്കണമെങ്കിൽ ഇത്തിരി പാടില്ല. ഇന്ന് വന്നിട്ടുള്ളത് ശബരിമലയിൽ പോകുന്ന ജേണിയിൽ ആദ്യത്തെ ക്ഷേത്രം. അതായത് നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ പറഞ്ഞു തരാം. അപ്പോൾ 7 ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിവക്ഷേത്രമുണ്ട്, മുരുകക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിലുള്ള, അതായത് തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ, പ്രോപ്പറായിട്ട് തെങ്കാശിയിൽ വന്ന് അവിടെ തന്നെ ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, അഗസ്ത്യമല. അതായത് ഇപ്പം നിൽക്കുന്ന മല എന്ന് പറഞ്ഞാൽ അഗസ്ത്യമല, അഗസ്ത്യാർ ഗൂഢമാണ്. അതായത് ഈ മലയുടെ അപ്പുറമാണ് കേരളം. എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഒരു മല കഴിഞ്ഞ് പോയാൽ തിരുവനന്തപുരമാണ്. പക്ഷേ ഇങ്ങനെ റൂട്ട് ഇല്ലാത്തത് കൊണ്ട് കറങ്ങി തെങ്കാശി വഴി കറങ്ങി വരേണ്ടി വരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് സ്വറിമുത്ത് അയ്യനാർ ക്ഷേത്രം എന്നാണ്. അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുപരി ശാസ്താവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു ക്ഷേത്രമാണ്. കാരണം സ്വറിമുത്ത് അയ്യനാർ എന്ന് പറയുമ്പോൾ ശാസ്താവ് 2 ഭാര്യമാരോടൊപ്പം ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് ഈ ഒരു ക്ഷേത്രം. ശാസ്താവിൻ്റെ ആ ഒരു വിഗ്രഹം ഇതേപോലെ ഇരിക്കും. ഇത് ഈ ഒരു ബുക്ക് ഞാൻ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മേടിച്ചതാണ്. കാരണം ഇവിടെ പൊതുവേ അറിയാമല്ലോ തമിഴ്നാടാണ്. അപ്പോൾ അവർ ഒരു ഇംഗ്ലീഷ് ബോർഡോ കാര്യങ്ങളോ വച്ചിട്ടില്ല, എല്ലാം തമിഴ് മാത്രം. എനിക്കാണെങ്കിൽ തമിഴ് വായിക്കാൻ അറിയില്ല. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ തമിഴ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനവിടെ അവരുടെ ദേവസ്വം ഓഫീസിൽ കയറി ചോദിച്ചായിരുന്നു എനിക്ക് സംസാരിച്ച് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ അവർ കുറച്ച് പേര് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ അടിയാം. ബട്ട് എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബുക്ക് ചോദിച്ചു ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം ഹിസ്റ്ററിയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തമിഴുണ്ട് ഇംഗ്ലീഷുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എനിക്ക് ഇംഗ്ലീഷ് മതി, എനിക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ, പക്ഷേ തമിഴ് മനസ്സിലാവും, എനിക്ക് തമിഴ് സംസാരിക്കാനും അറിയാം. അതുകൊണ്ട് ഞാൻ ഇവരുമായിട്ട് തമിഴ് തന്നെയാണ് ഇൻട്രാക്ട് ചെയ്തത്. മൊത്തത്തിൽ ഒരു നല്ലൊരു അമ്പലം. ബട്ട് മലയാളികളാണ് ആദ്യമായിട്ട് വരണമെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ തൊഴാനുള്ളത് ഇവിടെയാണ്. അതായത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങ് വരണം. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ ഫസ്റ്റ് അമ്പലമാണ് ശാസ്താ ക്ഷേത്രം. അതായത് ശാസ്താവ് 2 ഭാര്യമാരോട് തിരിക്കുന്ന ആ ഒരു ശാസ്താ ക്ഷേത്രം ഇവിടെയാണ്. പിന്നെ സൂക്ഷിച്ച് വരണം, ഫുള്ള് കുരങ്ങന്മാരുടെ താവളമാണ്. അതായത് സിംഹാവലം കുരങ്ങ് പോലത്തെ വലിയ കുരങ്ങുകളുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോണ്, മറ്റേ പഴവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഇതെല്ലാം പോവും. ഇതാണ് ദേവസ്വം ഓഫീസ്. ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ടൈമിംഗ് പറയുകയാണെങ്കിൽ രാവിലെ 5:30-6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അമ്പലം മെയിനായിട്ട്. ഇവിടെയാണ് നിങ്ങൾ വന്ന് തൊഴാനുള്ള ശാസ്താ ക്ഷേത്രം ഉള്ളത്. അതായത് ഈ ഒരു അഗസ്ത്യ മലയിൽ അഗസ്ത്യ മുനി വന്നതിനൊരു കഥയുണ്ട്. അതായത് ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും ആ ഒരു സ്ഥലത്ത് അവിടെ കല്യാണം കൂടാൻ നിൽക്കുമ്പോൾ ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥ കറക്റ്റ് ആവത്തില്ല. അതായത് ഒരു സൈഡ് പൊങ്ങി മറു സൈഡ് താരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് ഭഗവാൻ ശിവൻ അഗസ്ത്യ മുനിയോട് പറഞ്ഞു. കാരണം അഗസ്ത്യ മുനിയുടെ തപശക്തിക്ക് ഇവരുടെ ഇത്രയും ആൾക്കാരുടെ വെയിറ്റിനെ താങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ അഗസ്ത്യാർ മുനിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നാണ് ഒരു ഐതിഹ്യം ഇരിക്കുന്നത്. അതുമാത്രമല്ലാതെ അഗസ്ത്യ മുനി ഇവിടെ വന്ന് തപസ് ചെയ്ത സമയത്ത് അഗസ്ത്യ മുനിക്ക് ആ ഒരു ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം മഹേശ്വരൻ കാണിച്ചു കൊടുത്തെന്നും പറയാറുണ്ട്. ഇതും കൂടാതെ ശിവൻ സ്വയംഭുവായിട്ട് അദ്ദേഹത്തിന് ഇവിടെ ദർശനം കൊടുത്തു. സ്വയംഭു ലിംഗം ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമല്ലാതെ ശാസ്താവും അഗസ്ത്യ മുനിക്ക് ഈ ഒരു കറക്റ്റ് സ്വരിമുത്തു അയ്യനാർ ഇരിക്കുന്ന ഈ ഒരു
ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആ ഒരു ശാസ്താവിൻ്റെ ദർശനം അഗസ്ത്യാമുനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശാസ്താവ് പൂർണ്ണ പുഷ്കല സമേതനായിട്ട്, അതായത് 2 ഭാര്യമാരും കൂടെ ചേർന്നാണ് അഗസ്ത്യാമുനിക്ക് ശാസ്താവ് ദർശനം കൊടുത്തത്. അതുമാത്രമല്ലാതെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത രാവിലെ 5:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഓപ്പണാണ്. അപ്പോൾ അത്രയും സമയമുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴാനായിട്ട്. 5 മണിക്ക് ശേഷം അമ്പലം ഇല്ല. കാരണം ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിലേക്ക് ഈ ആരെ ഇനി കയറ്റി വിടത്തില്ല. ഒരു 3-4 മണിയാകുമ്പോൾ താഴേന്ന് അടയ്ക്കും. 5 മണിയാകുമ്പോൾ ഇവിടുന്ന് എല്ലാവരെയും പറഞ്ഞു വിടുകയും ചെയ്യും. இது வந்து சாஸ்தாவுக்கு மூலாதாரமான சேத்திரம். மூலாதாரம், சுவாதிஷ்டானம், மணிப்பூரகம், அனாகதம், சுத்தி, ஆங்கி, பிரம்மந்திரம்னு 7 நிலை இருக்குது. அந்த 7 நிலையில் மூலாதாரமான முதல் நிலை சாஸ்தாவுக்கு தெரியாதவங்க, போக முடியாதவங்க எல்லாருமே இந்த கோயிலுக்கு வருவாங்க. சபரிமலை ஐயப்பன் வந்து 6வது ஸ்டேஜ், இது வந்து ஃபஸ்ட்டு ஸ்டேஜ். அதோட ஹிஸ்டரி எப்படி இங்கே முதல்ல இது வருது அது மாதிரி? இது வந்து இந்த காடு சேர்ந்த இடம் கேரளா கோயில் தான் இருந்திருக்கு. சிங்கமட்டி ஜமீன்லேருந்து ஒரு குறுப்பு வந்து போவாங்க. சிங்கமட்டி ஜமீனுக்கு ரத்த தானமாக அந்த இடத்த கொஞ்சம் கொடுப்பாங்க. 74,000 ஏக்கர் மலையை சிங்கமட்டி ஜமீனுக்கு கேரளா மார்த்தாண்டவர்மா ராஜா கொடுப்பாங்க. அதோடு சேர்ந்து இந்த கோயில் சிங்கமட்டி ஜமீனுக்கு வந்துடும். முதல்ல கேரளாவில் தான் இந்த கோயில் ஆரம்பத்தில் கேரளா கோயிலாக தான் இருக்குது. அப்புறம் இந்த கன்னியாகுமரி வந்துட்டு இந்த பக்கம் வந்தப்போ இந்த கன்னியாகுமரி அந்த சைடு, சவுத் சைடு, இது இந்த சைடு. இது வந்து கேரளா சிங்கமட்டி ராஜா கோயிலை வாங்கணும் இவங்களா? அப்போ மார்த்தாண்டவர்மா கிட்ட இருந்து இவங்க தான் இந்த கோயில் வாங்கியது. ஆமாம். அப்புறம் டோட்டலாக எவ்வளோ ஏக்கர் இருக்கு அப்போ? 1962 1962 ஆனால் அந்த டைமில் சபரிமலையில் நல்லா இருக்கு. அப்போவே இது இப்படி தமிழ்நாட்டுக்கு ஆக்கிடுச்சா? ஆமாம். இப்போ நிலவில் வந்துட்டு கவர்மெண்ட்டுக்கு இந்த கோவிட் ஏதாவது வந்து இருக்கு இல்லை? தனியாக ட்ரஸ்டாக இருக்கா? ட்ரஸ்டிஷிப்பே சிங்கமட்டி ஜமீன் வாரிசிட்டே இருக்கு. கோயில் நடைமுறை வந்து கவர்மெண்ட் HRC டிபார்ட்மெண்ட் நடைமுறை. ஆனால் கேரளாவில் யாருக்கும் எந்த ஒரு கோவில் தெரியாது. நான் முதல்ல வந்துட்டு ஒரு வீடியோ பார்த்தேன். அந்த வீடியோவில் வந்துட்டு 6 கோவிலை பற்றி சொல்லியிருக்கு. அதில் முதல்ல எங்கே தான் சொல்லுவேன், அதுதான் மலைக்கு போக போகுது. நாளைக்கு தான் திங்களுக்குள்ள மலைக்கு போக போகுது. சாசாவுக்கு மூலாதாரமான கோயில். சாசாவுக்கு தெரியாத போக முடியாதுன்னு இது ஏற்கனவே ஒரிஜினலாக இப்போ கேரளா கோயில். அவங்கள்ட்ட பக்தி சமயம் தான் இங்கே இருக்கு இல்லையா? 2 பக்திமாரும் இருக்கு. இந்த கோவிலோட பிரதான வழிபாடு என்ன? நமக்கு சாஸ்தாவுக்கு இந்த இங்கே பிரசாதம் பிரதான வழிபாடு വടമാല. എല്ലാ ദിവസവും இந்த கோவில் തുറക്കുമോ? എല്ലാ ദിവസവും മോർണിംഗ് എത്ര മണി മുതൽ രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ അങ്ങനെ? காலையில் எப்போ ஓப்பன் ஆகிடும்? நல்ல கார்த்திகை 1ஆம் தேதி நல்ல கூட்டங்கள் இருக்கும். ஐயப்ப சாமிகள் மலை போடுறவங்க வருவாங்க. அப்புறம் டெய்லி காலையில் எப்போ ஓப்பன் ஆகிடும் கோவில்? கோயிலில் காலையில் 5 மணிக்கு திறப்பாங்க. சாயங்காலம் 6 மணி வரைக்கும் இருக்கு இல்லையா? ഉച്ചയ്ക്ക് നട അടയ്ക്കരുത് ഇല്ലയോ? പകൽ നേരത്തിൽ അടയ്ക്കരുത്, ഫുൾ ഓപ്പൺ தான். ஃபுல்லாக திறந்தான். ഫുൾ ഈവനിങ് 6 மணி வரை, വൈകുന്നേരം 6 மணி வரை. உங்களோட பேர்? மகேஷ். மகேஷ் இங்கே தைனார் கோயில் மேனேஜராக இருக்கேன். மேனேஜராக இருக்கேன். என் பேர் மகேஷ். இங்கே ஸ்வரிம் தைனார் கோயில் மேனேஜராக இருக்கேன். சொல்லுங்கள். ஸ்வரிம் தைனார் கோயிலில் நம்ம ஒரு காட்டு ஓடை கோயிலை 2ஆக பிரிக்குது. அந்த காட்டு ஓடைக்கு தென்புறம் வந்து சைவ கடவுள்கள் இருக்காங்க. மகாலிங்க சுவாமி, விநாயகர், சங்கிலி பூதத்தார், சொரிமுத்தையனார், பேச்சியம்மன், பிரம்மரசியம்மன், சொல்லமாடசாமி, விநாயகர், மொட்டையன், மேலவாசல் பூதத்தார் இவங்களாம் இருக்காங்க. இந்த காட்டு ஓடைக்கு வடபகுதியில் வந்து காவல் தெய்வங்கள் இருக்காங்க. தலவாய் மாடசாமி, தூசி மாடசாமி, பசமாடசாமி, பட்டவராயர் சாமி. இந்த பட்டவராயருங்கிற ஒரு இந்த காட்டில் நம்மளை மாதிரி வாழ்ந்த மனிதர். இந்த காட்டு மக்களுக்கு காவல் தெய்வமாக இருந்தார். ஒரு சண்டையில் இறந்து போவார். இந்த காட்டில் அவர் தெய்வமாக இந்த மக்கள் வணங்குவாங்க. அங்கே தான் நம்மளுக்கு படையல் படைப்பாங்க. ஆடு வெட்டுதல், சேவல் வெட்டுதல் போன்ற படையல்கள்லாம் இந்த ஓடைக்கு அந்த பக்கம் படைப்பாங்க. இப்போவும் நடந்துகிட்டு இருக்கு. நம்மளுக்கு தை மாதம் ஆனால் ஒரு 6 மாதத்துக்கு தொடர்ந்து வாரம் வாரம் வேறு பெங்களூரு, தருமபுரி, நாகப்பட்டினம், மதுரை, தமிழ்நாட்டில் உள்ள எல்லா இடத்துலேருந்து வந்து
கிடாய் வெட்டி படையல் படைச்சி ஒரு குடும்பமாக 50 பேர் 100 பேர் வந்து சாப்பிட்டு எல்லாருக்கும் கொடுத்துட்டு போவாங்க. அந்த பட்டம். மொட்டை குழந்தை பிறந்துச்சுன்னா 1 வயசு ஆனவுடனே இங்கே தான் வந்து மொட்டை போட்டு முடி எடுத்து காது குத்தி படையல் போட்டு சாப்பிட்டுட்டு போவாங்க. இங்கே எல்லா பக்கமும் பாலபிஷேகம் நெய் அபிஷேகம் சைவ கடவுளுக்கு நடந்துருக்கு. கோயில் வந்து ரெகுலராக திறந்து தான் இருக்கும். மழை காரணம் டேம் நிறைஞ்சிருச்சுன்னா அடைச்சி வச்சுருக்காங்க. ஃபாரஸ்ட் செக் போஸ்ட்டு காலையில் 7 மணிலேருந்து மத்தியானம் 3 மணி வரைக்கும் அலோவ் பண்ணுவாங்க. 3 மணிக்குள்ளே நம்ம வெளியே திரும்பி போயிட்டு 3 மணிக்குள்ளே மேலே வந்துடணும். இங்கேருந்து கீழே போகிறது 5 மணிக்குள்ளே கீழே போயிடும். 5 மணிக்கு மேலே இங்கே யாரும் இருக்கக்கூடாது. ரிசர்வ் ஃபாரஸ்ட்டாக ஆனவங்க. இதுக்கு முன்னால் நைட்டும் இங்கே தங்குற மாதிரி இருந்தது. இப்போ காப்பு காடுகளாக தமிழ்நாடு அரசாங்கம் மாற்றினதுனால சாயங்காலம் 5 மணிக்கு இங்கே எல்லோரும் நைட் யாரும் ஸ்டே பண்ணாங்க. ஈவினிங் இங்கே ஒரு பூஜை இல்லை. ஈவினிங் பூஜை இல்லை. 5 மணிக்கு ஒரு பூஜை நடக்கும். இந்த நைவேத்திய பூஜை அதோட முடிஞ்சு. ഇതൊന്ന് എടുത്ത് சொல்ல முடியுமா? ഒന്ന് நீங்கள் எக்ஸ்பிளைன் பண்ணிட்டா நல்லா இருக்கும். இது வந்து நம்மளுடைய 7 நிலை சொல்லுவோம். மூலாதாரம், சுவாதிஷ்டம், மணிபுகம், அநாகனம், விசுத்தி, ஆங்கே, பிரம்ம மந்திரம். மனிதனுடைய 7 நிலை. அதில் வந்து சிவனுக்கு முருகனுக்கு சாஸ்தாக்கு இருக்குது. சிவனுக்கு எங்கே திருவாரூர், திருவனங்கா, திருவண்ணாமலை, சிதம்பரம், காலத்தி, காசி, கைலாசம். முருகனுக்கு அந்த மாதிரி திருப்பரங்குன்றம், திருச்செந்தூர், பழனி, சுவாமிமலை, குன்றுதோடல், பழமுதிர் சோலை, கதிர்காமம். கதிர்காமங்கிறது இலங்கையில் இருக்குது. ஸ்ரீலங்காவில் இருக்குது. நம்ம சாஸ்தாக்கு எடுத்துக்கிட்டோம்னா சொரிமுத்தையனாறு, அச்சங்கோயில், ஆரியங்காவு, குளத்துக்குளா, பந்தளம், சபரிமலை, காந்தமலை. இது நம்ம புதுக்கோட்டையில் உள்ள தியாகராஜன் ஒருத்தர் எழுதி கொடுத்தாரு. ஐயப்பன் கலியுகவரதன் ஐயப்பன்கிற ஒரு புக்கில் இது ஆதாரமாக இருக்குது. இந்த அதிகாரம் வந்து கவர்மெண்ட்டு இருக்கும். ஒரு அதிகாரி இங்கே இருக்கும். ஆமாம் ஆமாம், கவர்மெண்ட் கிட்ட இருக்கும். அப்புறம் அந்த ட்ரஸ்ட் கிட்ட இருக்கும். ட்ரஸ்ட் கிட்ட ஒப்பீனியன் கேட்டு தான் எதனாலும் கவர்மெண்ட் யூஸ் செய்வாங்க. இங்கே எந்த தேவஸ்தானம் போடணும்னா இங்கே தமிழ்நாடு அரசு சிங்கம்பட்டி சமஸ்தான தேவஸ்தானம், திருவிதாங்கூர் சமஸ்தானம் இருந்தது. அந்த போரோடு அங்கே வந்துடுச்சு. அதுக்கப்புறம் எங்கே புதுசாக ரெடி பண்ணி தான் இந்த கிஃப்டாக கொடுத்தாங்க. அவங்க திருவிதாங்கூர் மன்னர் சிங்கம்பட்டி மன்னருக்கு கிஃப்டாக கொடுத்தாங்க அந்த மலையை ஃபுல்லாக. மலையோடு சேர்ந்து இந்த கோயிலும் வந்துடுச்சு. அப்புறம் அந்த அகஸ்தியர் செல்லு இது ஒரு ஹிஸ்டரி இங்கே இருக்குது. அந்த மேலே ஒரு மரம் இருக்கும், மணி மரம்னு. பின்னாடி இப்படி போய் அந்த பின்னாடி மணி மரம் இருக்கும். அது பக்கத்தில் தான் அகஸ்தியர் வந்து தியானம் பண்ணி தவம் பண்ணார் உட்கார்ந்து. நம்ம கோயிலில் இன்னொரு சிறப்பு என்ன இருக்குது அப்படின்னா, நம்ம பேச்சியம்மன் கோயில் சொரிமுத்தையனார் பின்னாடி மணி மரம்னு ஒரு மரம் உண்டு. அது ஏன்னா அந்த மரத்தில் வந்து பக்தர்கள் வந்து மணியை காணிக்கையாக கொண்டு வந்து செலுத்துவாங்க. அந்த மணியை வந்து அந்த மரம் விழுங்கிரும் பெருசாக. அதான் மணி விழுங்கி மரம்னு பேர். அந்த இடத்துல தான் நம்ம அகத்திய முனிவர் வந்து தியானம் பண்ணி தவம் இருந்தார். அது ஒரு சிறப்பு. இந்த இடத்துல அந்த மரம் பக்கத்தில் உட்கார்ந்து அவர் தியானம் பண்ணி தவம் பண்ணி. ஆமாம், அகத்தியருக்கு ஐயனார் வெளிப்பட்டாச்சு. அங்கே அகத்தியருக்கு வந்து ஐயனார் காட்சி கொடுத்துருக்காரு. அங்கே தியானம் பண்ணி வழிபட்டார் சிவனை. சிவனுக்கு கல்யாணம் வடநாட்டில் நடக்கும்போது தென் திசை தாழ்ந்துரும், வடதிசை ஏறிடும். அப்போ அவர் தியானம் பண்ண வந்த இடம் தான் இந்த அகத்திய மலை. இங்கே வந்து தவம் பண்ணார். அதான் அந்த மலை பேர் அகத்திய மலை. அந்த இடத்துல தவம் பண்ணும்போது சொரிமுத்தையனார் அவருக்கு காட்சி கொடுக்கும். இங்கே சொரிமுத்தையனார்னு பேர் வர்றதுக்கு ஏதாவது? அது சொரிமுத்தையனார் பூர்ணகலா புஷ்கரம் மனைவிகளோட. நீங்கள் சொல்லுங்கள். இது வந்து சாஸ்தா, கூட்டுறவு சாஸ்தா தெரியாதவங்க இவரை தான் வந்து வணங்கிட்டு போவாங்க. ஆமாம், பங்குனி உத்திரம் விசேஷமாக இருக்கும் இந்த இடம். ஆமாம், அதல்ல நான் கேட்குறேன், இந்த விக்கிரகங்களுக்கு இருக்கு இல்லையா? ஆமாம். இது வந்துட்டு எதுக்கு இந்த அம்பலத்தோட பின்னாடி இருக்காங்க? அது அவர் வந்து கிருஷ்ணன். ஆமாம், அதுக்கு ஃபஸ்ட்டு இருக்க விநாயகர், கிருஷ்ணர், சிவன். சிவனுக்கு வந்து எடுத்தாலும் நந்தி இருப்பார் காவல் தேவி. இந்த ஆமாம், விநாயகர் எடுத்தாலும் இந்த எலி வாகனம். மற்ற எல்லாமே நியமிதங்கள். ഇതാണ് ശാസ്താ ക്ഷേത്രം.
ഈ ഒരു ശാസ്താക്ഷേത്രം തൊട്ടിപ്പുറത്ത് ശിവക്ഷേത്രം, ശിവൻ സ്വയംഭൂവായിട്ട് വന്നെന്ന് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ക്ഷേത്രമാണിത്. സ്വയംഭൂ ലിംഗമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിനേക്കാളും ഈ ഒരു ക്ഷേത്രത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു പാലം കണ്ടില്ലേ, ഈ ഒരു പാലത്തിന് ഇപ്പുറം വെജിറ്റേറിയൻ ദൈവവും അപ്പുറത്ത് നോൺ വെജിറ്റേറിയൻ ദൈവമാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി. അതായത് വെജിറ്റേറിയൻ മീൻസ് ഇവിടെ നമ്മുടെ പ്രധാന പ്രതിഷ്ഠ, പ്രധാന ദൈവങ്ങളാണ് ഇവിടെ ഈ പാലത്തിന് ഇപ്പുറം ഉള്ളത്. എന്നാൽ ഈ പാലത്തിന് അപ്പുറം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാവലാളുകൾ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, നമ്മളീ പറയത്തില്ല ഭടന്മാർ, ദൈവത്തിൻ്റെ തോഴന്മാർ, ഇങ്ങനെ പറയത്തില്ല. അപ്പോൾ അവരെന്ന് പറയുന്നത് നോൺ വെജാണ്. നോൺ വെജ് മീൻസ് അവർക്ക് മാംസം ആണ് അവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്നത്. അതായത് കുരുതി ഉണ്ടാവും, ആടിനെ അറുക്കും, കോഴിയെ അറുക്കും, അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആചാരം ഇപ്പോഴും ഇവിടെ നിലനിർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആടിനെ കുറച്ച് മുമ്പേ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആടിനെ അവിടെ അമ്പലത്തിൽ കാഴ്ച വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമെന്ന് പറയുന്നുണ്ട്. അവരൊരു 10-30 പേരായിട്ട് ഫാമിലി ആയിട്ട് വന്ന് ഈ ഒരു ആടിനെ ഇവിടെ കൊണ്ടുവച്ച് അതിനെ വെട്ടി എന്നിട്ട് അതിനെ ഇവിടെ കറി വച്ച് നേദിച്ച് ഇവിടെ എല്ലാവർക്കും കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതായത് നോൺ വെജും വെജും ഒരുപോലെ പ്രിസർവ് ചെയ്യുന്ന ഒരു അമ്പലമാണിത്. പോരാഞ്ഞിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ശാസ്താവ് അയ്യനാർ എന്ന് പറയുന്ന ഈ ശാസ്താവിന് സാധാ അമ്പലത്തിലെ പൊങ്കാല പോലെ അല്ലാതെ ഇവിടെ പൊങ്കൽ, ശർക്കര പൊങ്കൽ, പിന്നെ തൈര് സാദം, മോര് സാദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഈ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള എന്തോ പുള്ളിക്ക് നേർച്ച ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ പൂജാരി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പാലം കടന്ന് പോവുകയാണ്. പാലം കടന്ന് നമ്മുടെ നോൺ വെജിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ അടുത്തേക്ക്, അതായത് ദൈവത്തിന് കാവലാളുടെ അടുത്തേക്ക് പോവുകയാണ്. മെയിനായിട്ട് ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അത് കറക്റ്റ് ഈ ഒരു പാലം കടന്ന്, അതായത് പാലത്തിന് ഇപ്പുറത്താണ് ദേവീക്ഷേത്രം വരുന്നത്, ഇപ്പുറത്താണ് നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകണം. ഞാൻ അകത്തൊന്നും കാണിക്കുന്നില്ല. ഇത് വന്നിട്ട് ആദ്യത്തെ ഒരു ദൈവത്തിൻ്റെ ക്ഷേത്രമാണ്. ദൈവം എന്ന് പറയുമ്പോൾ മാടനാണ് ഇവിടെ ഇരിക്കുന്നത്. ദൂസി മാടനും വേറെ തളിയൽ മാടനോ അങ്ങനെ കണ്ട ഒരു മാടൻ എന്ന് പറഞ്ഞാൽ 2 ദൈവങ്ങളാണ് ഇരിക്കുന്നത്. ഇവർ മെജോറിറ്റി ആയിട്ട് നോൺ വെജാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അതായത് നമ്മൾ കോഴി, ആട് പോലുള്ള ഇതിനെ നേർച്ച ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് റെസിപ്റ്റ് എഴുതിയിട്ട് ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ അതിനെ വെട്ടി ഇവിടെ പൂജ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 അമ്പലമുണ്ട് കറക്റ്റായിട്ട്. മുകളിലുള്ള അമ്പലമുണ്ട്, ഈ ഒരു അമ്പലമുണ്ട്. രണ്ടും നോൺ വെജ് തന്നെയാണ്. അത് ഒരു ആടിനെ എന്തോ കൊണ്ടുപോകുന്നു. ഒരു ഫാമിലി കുറച്ച് ആടിനെ കൊണ്ടുവന്നാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേർച്ചയാണ് ഈ നടക്കുന്നത്. അതിന് ഇവിടെ ഇനി അമ്പലത്തിൽ കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ ഇത് പൊങ്കാല ഇടുന്നതാണ്. ഇവിടെ നമുക്ക് പൊങ്കാല ഇടാം. അമ്പലത്തിൽ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. നമുക്കിവിടെ പൊങ്കാല ഇടാം. ഇവിടെ അമ്പലത്തിൽ അവരും നമ്മൾ പറയണ അനുസരിച്ചിട്ട് പൊങ്കാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ആദ്യം വന്നപ്പോൾ ഇവിടെ ദീപാരാധന ഉണ്ട്. ഇതാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞ്, അതായത് ഇതാണ് ശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മൾ വന്ന് തൊഴുതാണ്. പക്ഷേ പിന്നീടാണ് ഇവിടെ ചോദിച്ചപ്പം മനസ്സിലായത് അതാണ് ക്ഷേത്രമെന്ന്. കാരണം വണ്ടി വെച്ചത് അവിടെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു അർച്ചനയും വലിയൊരു ക്ഷേത്രം പോലെയൊക്കെ കണ്ടപ്പോൾ ഇനി വന്നാണ്. ഇത് ദേവീക്ഷേത്രമാണ്. ഇനി ഇത് ഇവർ കുളിക്കാൻ പോകുന്ന മറ്റേ ആറാണ്. അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ പാപനാശം എന്നൊക്കെ തമിഴ്നാട്ടിൽ കേട്ടിട്ടില്ലേ, പാപനാശം. അപ്പോൾ പാപനാശത്തിലേക്ക് വരുന്ന അരുവിയും കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് പാപനാശം. നമ്മൾ പാപനാശം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ വഴി തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലുള്ള തെങ്കാശിയിലുള്ള ടൈഗർ റിസർവാണ്. ആ ടൈഗർ റിസർവിൽ സെയിം റൂട്ടിലാണ് ഈ പാപനാശവും കാര്യങ്ങളും എല്ലാം വരുന്നത്. വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. പക്ഷേ അധികം മലയാളികൾക്ക് ഇതറിയില്ല. അപ്പോൾ ശാസ്താവിൻ്റെ മൂലസ്ഥാനം മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മലയ്ക്ക് മാലയിട്ട സ്വാമിമാരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന സ്വരിമുത്ത് അയ്യനാർ സ്വാമി ക്ഷേത്രം, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂർ പുഴ, എരുമേലി ഇപ്പം ഇല്ല, നമ്മുടെ ഇതിൽ എരുമേലി ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു 7 അമ്പലം എന്ന് പറയുമ്പോൾ പന്തളം, പിന്നെ ശബരിമല മലയാണ്. അതായത് ശബരിമലയുടെ സെൻറ്റർ എന്നാണ് പറയുന്നത്. അതായത് കാടാണ്. അവിടെ അധികം ആൾക്കാരൊന്നും പോയിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥലവും കൂടെ പൊതുവെ പറയുന്നുണ്ട്. പൊന്നമ്പലമേടെന്ന് നമ്മൾ പറയില്ലേ, ആ സ്ഥലമാണത്. അപ്പോൾ അത് നമുക്ക് പോകാൻ പറ്റത്തില്ല. 7ാമത്, അത് എല്ലാ ദൈവത്തിൻ്റെയും 7ാമത്തെ സ്ഥലം നമുക്ക് പോകാൻ പറ്റത്തില്ല. ശിവൻ്റെ ആണെങ്കിലും 7ാമത് കൈലാസം എന്നാണ് പറയുന്നത്. അപ്പോൾ കൈലാസത്തിന് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെയാണ് അയ്യപ്പൻ്റെയും.
അപ്പോൾ മനുഷ്യൻ്റെ ബോഡിയിലുള്ള 6 ചക്രങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതിന് തുല്യമാണ് ഈ ഓരോ ക്ഷേത്രത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത്. ഇതാണ് മണിമരം എന്ന് പറയുന്നത്. അതായത് ഇവിടെ മണി കെട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ മണി അപ്രത്യക്ഷമാവുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു മരത്തിൻ്റെ മൂട്ടിലാണ് അഗസ്ത്യർ ആ തപസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു മരത്തിൻ്റെ മൂട്ടിൽ അഗസ്ത്യർ തപസ് ചെയ്ത സമയത്താണ് അഗസ്ത്യർക്ക് ആ ശാസ്താവിൻ്റെ ദർശനം ഉണ്ടായെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ ഒരു അമ്പലമാണ്, അതായത് ഫേമസ് ആയ ഒരു മരമാണ് ഇത്. നിങ്ങളെല്ലാവരും വന്ന് ഒന്ന് തൊഴാൻ ശ്രമിക്കുക. ഈ ഒരു മരത്തിനെ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. ഇതും പ്രതിഷ്ഠയാണ്, ഫുള്ള് കുരങ്ങന്മാരാണ്. ഒരു പ്രതിഷ്ഠയിൽ ഒരു കുരങ്ങനിരിക്കുന്ന നോക്കി. പിന്നെ തമിഴ്നാട്ടിലെ മറ്റൊരു എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്, നോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എവിടെയും കാണാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുറച്ച് പേര് ആ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്ന് നിന്നാൽ ആ ഒരു പൂജാരി ഉറപ്പായിട്ടും അർച്ചന ചെയ്യും, ആ ദൈവത്തിനെ ആ ഒരു ദീപാരാധന നടത്തും, എന്നിട്ട് നമുക്കതിൻ്റെ പ്രസാദം തരും. ഇവർക്ക് അങ്ങനെ യാതൊരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ കേരളത്തിലെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രം, അതായത് അവർ തന്നെ ഒരു കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദീപാരാധന കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഭക്തൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ ഒരു 5 പേര് ആ ഒരു മണി മരത്തിൻ്റെ മൂട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പൂജാരി അവിടെ പൂജിക്കും. അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും ഭസ്മം തൊട്ട് തരും. ഇതേപോലെയാണ് അപ്പുറത്തുള്ള ദേവി ക്ഷേത്രത്തിൽ, ഇതേപോലെയാണ് ഇവിടെയുള്ള ശാസ്താ ക്ഷേത്രത്തിൽ, ഇതേപോലെയാണ് അപ്പുറത്തുള്ള മറ്റ് ഉപദേവതകളുടെ ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഭക്തന്മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ബാക്കിയുള്ള നമ്മുടെ കേരളത്തിലെന്ന് പറയുമ്പോൾ ദൈവത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം നോർത്തിൽ ഞാൻ പോയിട്ടുണ്ട്. നോർത്തിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ നമ്മളൊരു സ്വാമിയുടെ അടുത്ത് നിന്നാൽ, നമ്മളൊരു ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അവിടെ പൂജ ചെയ്യാൻ നിൽക്കും. പക്ഷേ കേരളത്തിലെന്ന് പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. നമ്മൾ വേടകി വന്ന് കണ്ടിട്ട് പോകാം. പിന്നെ ഇപ്പോൾ പൈസ കൊടുത്താൽ മാത്രമേ അവർ ഈ പറഞ്ഞ സ്പെഷ്യൽ ക്യൂ, സ്പെഷ്യൽ ദർശനമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കേരളത്തിൽ അവിടെ അവർ കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് തരത്തുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളല്ല ഞാൻ പറയുന്നത്, ചില ക്ഷേത്രങ്ങൾ മാത്രം. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലെ എല്ലാ കുഞ്ഞു ക്ഷേത്രങ്ങളിലും ഇത് തന്നെ. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉച്ചയായപ്പോൾ നല്ല തിരക്ക് വന്നു തുടങ്ങി. പിന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഉപദേവതകളുണ്ട്. എല്ലാ ദൈവങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇത് വന്നിട്ട് ചെരുപ്പ്, തൊട്ടിൽ, കട്ട ഇതൊക്കെ ഉള്ളൊരു കടയാണ്. ഇവിടെ മറ്റൊരു ആചാരമുണ്ട്. ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഏറ്റവും ലാസ്റ്റുള്ള പട്ടവരായ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അതായത് നമ്മുടെ കാലിൽ എന്തെങ്കിലും പുണ്ണ്, കാല് നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ച് അവിടെ കാണിക്കയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ തൊട്ടിൽ ഈ ഒരു മണിമരത്തിൽ കെട്ടിയിടാറുണ്ട്. അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കിട്ടാൻ വേണ്ടി. പിന്നെ കൈക്കും അതുപോലെ തന്നെയാണ്. ഈ ഒരു കട്ട വാങ്ങിച്ചിട്ട്, അതായത് കൈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് മെയിനായിട്ട്. അപ്പോൾ അത് ഞാൻ ചെരുപ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു ക്യൂരിയോസിറ്റി വന്ന് ഞാൻ ചോദിച്ചതാണ്. പിന്നെ നിങ്ങൾക്കിവിടെ ആട് നേർച്ചയായിട്ടും കൊടുക്കാം, ഓർ സമയിൽ വയ്ക്കെടുക്കുക. അതായത് ഇവിടെ അത് അവർ നേദ്യം ചെയ്ത്, അതായത് ആ ഒരു ആടിനെ കൊന്നിട്ട് നേദിച്ച് നമുക്ക് പ്രസാദമായിട്ട് തരും. അങ്ങനെയും ചെയ്യാം. അല്ല ആട്, കോഴി പോലുള്ളത് നമുക്കിവിടെ നേർച്ചയായിട്ട് അമ്പലത്തിൽ കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മുമ്പേ കൊടുത്തവർ നേർച്ചയായിട്ട് കൊടുത്തതാണ്. കുറച്ച് മുമ്പേ കൊടുത്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, ജസ്റ്റ് നേർച്ചയായിട്ട് കൊടുത്തതാണ്. ഇതിന്ന് ഉച്ചയായപ്പോൾ ആടിനെ വെട്ടിയേണ്ട ബ്ലഡാണ് ഈ കിടക്കുന്നത്. ഈ ഒരു പട്ടവരായ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ആടിനെ, ഇന്ന് 4 ആടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്ഷേത്രം. അപ്പോൾ 4 ആടിനെ ഇവിടെ പബ്ലിക്കായിട്ട് വെട്ടി അതിനെ ഇവിടെ തന്നെ അവർ കറിയും വച്ച് അതിവിടെ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചുടു ചോര എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആടിൻ്റെ ചങ്കിൻ്റെ ചോര എന്നൊക്കെ. അപ്പോൾ ആ ഒരു ചോരയാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ടൊരു അമ്പലത്തിൽ ഇത് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്ന ടൈമിൽ ഇതൊക്കെ കഴിഞ്ഞായിരുന്നു, ആടിനെയൊക്കെ വെട്ടിക്കഴിഞ്ഞായിരുന്നു. ഇവിടെ വച്ചിട്ടാണ് അതിൻ്റെ ഇതൊക്കെ പൊങ്കാല പോലെ, അതായത് ആ ഒരു നേദ്യം പോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് സ്വാമിയുടെ കാവലാളാണ് പട്ടവരായരെന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ തന്നെ ജീവിച്ച് മരിച്ച വ്യക്തിയാണെന്നാണ് പറയുന്നത്.
ഈ ക്ഷേത്രത്തിനകത്താണ് ആടിനെ കറി വയ്ക്കുന്നത്, അതായത് പടയിൽ വയ്ക്കുന്നത്. ഇത് അമ്പലത്തിൽ നിന്ന് വെച്ച് തരത്തില്ല, നമുക്ക് കറി വയ്ക്കാൻ അറിയാമെന്നുള്ള ഒരു കുക്കിനെയും കൂടെ കൊണ്ട് ചെല്ലണം. അങ്ങനെ കുക്കിനെയും കൂടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കറി വയ്ക്കാനുള്ള അനുമതി കിട്ടും. എന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കാം, നമുക്കും കഴിക്കാം. ഇവിടെ ഭാഗ്യത്തിന് വന്നപ്പോൾ തന്നെ പ്രസാദവും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ വന്ന ആൾക്കാർ പൊങ്കാലയായിട്ട് ഇടുന്ന പ്രസാദമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിടവാങ്ങുവാണ്, ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്, തിരിക്കുവാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഓരോ മിസ്റ്ററി പോലെ ഓരോ കാര്യങ്ങൾ ഇവിടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ആട് നേർച്ച കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക്, അതായത് പടയിൽ പോടുന്ന, അതായത് പായസം കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു കുക്കിംഗ് മാസ്റ്ററിനെ കൊണ്ടുവരണം. ഈ അമ്പലത്തിൽ തന്നെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. 200 രൂപയാണ് റെൻറ്റ് വരുന്നത്. അത് റെൻറ്റ് മീൻസ് ഇവിടെ നമ്മൾ ആ റെസിപ്റ്റ് എഴുതാനായിട്ട് കൊടുക്കാനുള്ളത് 200 രൂപ. അല്ല നേർച്ചയ്ക്കാണെങ്കിൽ ഒരു റെസിപ്റ്റ് എഴുതണ്ട, നടയിൽ കൊണ്ടുവച്ചിട്ട് ഇനി കൊടുത്താൽ മതി. പോരാഞ്ഞിട്ട് ഇവിടെ റൂം അവൈലബിൾ ഉണ്ട്. പക്ഷേ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ മാത്രമേ നമുക്ക് റൂമും ഉള്ളൂ. റൂമിനും 500 രൂപ 300 രൂപ 1000 രൂപയൊക്കെ നിങ്ങൾക്ക് റൂമിനും ഇവർ റെൻറ്റ് ചോദിക്കും. ആ റൂമെന്ന് പറയുമ്പോൾ ഷീറ്റുണ്ട്, മറ്റേ നോർമൽ ടെറസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഡിഫറൻസ് ആണ് റൂമിന് വരുന്നത്. അപ്പോൾ ഓരോ മൊമെൻറ്റും ഓരോ പുതിയ അനുഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. നമ്മൾ ഈ പാവനാശത്ത് കണ്ടിട്ടില്ലേ താമരഭരണി ആറെന്നൊക്കെ. അപ്പോൾ ആ താമരഭരണി ആറിലേക്കൊക്കെ പോകുന്ന മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളമാണ്, അതായത് അഗസ്ത്യാർ മലയിൽ ഉത്ഭവിക്കുന്ന വെള്ളമാണ്. ഈ ഒരു മലയാണ് അഗസ്ത്യാർ മല. അപ്പോൾ ഈ ഒരു വെള്ളത്തിലിവിടെ കുളിക്കാനായിട്ട്, അതായത് ഈ ഒരു പാറ വെച്ച് കെട്ടി നിർത്തുന്ന ഈ ഒരു വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. കാരണം യൂട്യൂബിൽ ന്യൂഡിറ്റി ഒരു പ്രശ്നമാണല്ലോ. എന്നുവെച്ചാൽ ന്യൂഡായിട്ട് നിന്ന് കുളിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്നാലും മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഞാൻ കടന്നു കയറുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു വെള്ളത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നൊന്ന് കുളിച്ചിട്ട് നന്നായിട്ടൊക്കെ പോകാം, നല്ല ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. കാരണം മലയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഊറ്റ് വരുന്നൊരു വെള്ളമാണ്. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പട്ടവരായർ ക്ഷേത്രമാണ്. അതായത് പട്ടവരായർ എന്ന് പറയുന്ന സ്വാമിയുടെ ഒരു കാവലാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നടയിലാണ് നമ്മൾ ആടിൻ്റെ കുരുതിയും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ആ ഒരു ക്ഷേത്രമാണ് എടുത്തു കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ആ ക്ഷേത്രമാണ് അയ്യോ ശാസ്താ ക്ഷേത്രമെന്ന്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് മലയും ഈ ഒരു വെള്ളവും ഇത് ആദ്യമായിട്ട് വരുന്ന ഒരാൾ അത് തന്നെയാണ് ഫസ്റ്റ് ക്ഷേത്രമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല ക്ഷേത്രമാണ്. കാരണം ഞാനിവിടെ ആദ്യം വന്നപ്പോൾ അതാണ് ശാസ്താവിൻ്റെ ക്ഷേത്രമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയായിരുന്നു. പക്ഷേ എനിവേ നല്ലൊരു എക്സ്പീരിയൻസ്. അഗസ്ത്യാർ മല, അതായത് കേരളത്തിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡാണ്. പണ്ട് കേരളമായിരുന്നു. കാരണം അറിയാമല്ലോ, കേരളത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. കന്യാകുമാരി ഉൾപ്പെടെ കേരളമായിരുന്നു. പക്ഷെ അതെല്ലാം പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ.